നമസ്കാരം. തുടർച്ചയായുണ്ടായ നിയമന വിവാദങ്ങൾ UDF സർക്കാരിന് കടുത്ത പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കിയ പശ്ചാത്തലത്തിൽ വി.ഡി. സതീശൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ പിടിമുറുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരുങ്ങുന്നു. മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവും അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിലെ സ്പെഷ്യൽ പ്ലീഡർ നിയമനവും വിവാദമായ സാഹചര്യത്തിലാണ് ഡൽഹിയിൽ നിന്നുള്ള അടിയന്തര ഇടപെടൽ. സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇനി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ കടുത്ത നിരീക്ഷണം ഉണ്ടാകും. ഭരണതലത്തിൽ ഇനി മുതലുണ്ടാകുന്ന എല്ലാ പ്രധാന നിയമനങ്ങൾക്കും KPCCയുടെ മുൻകൂർ അനുമതി വാങ്ങണമെന്ന കർശന നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ മാർഗരേഖ ഉടൻ തന്നെ തയ്യാറാക്കും. KPCC അധ്യക്ഷനെ പുതുതായി നിയമിച്ചാൽ ഉടൻ സർക്കാർ KPCC ഏകോപനത്തിനായി സ്ഥിരം സംവിധാനം നിലവിൽ വരും. തുടക്കത്തിൽ തന്നെ ഇത്തരം വലിയ പിഴവുകൾ ആവർത്തിക്കരുതെന്ന് മുഖ്യമന്ത്രി V.D. സതീശന് ഹൈക്കമാൻഡ് കർശന മുന്നറിയിപ്പ് നൽകുമെന്നാണ് സൂചന. മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ സ്വന്തം സഹോദരി ഭർത്താവ് ഇടം പിടിച്ചതും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിയുടെ അഭിഭാഷകൻ KV പ്രദീപിനെ AG ഓഫീസിൽ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചതുമാണ് പുതിയ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയത്. ഇരുവരെയും അതിവേഗം മുഖ്യമന്ത്രി പദവികളിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും പാർട്ടിക്ക് ഇതുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല. ശുപാർശകൾ മാത്രം നോക്കി സ്വന്തക്കാരെയും വിവാദ വ്യക്തികളെയും തിരികെ കയറ്റുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ജിൻഡോ ജോൺ ഉൾപ്പെടെയുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി രംഗത്ത് വന്നത് ആഭ്യന്തര അസംതൃപ്തിയുടെ ആഴം കൂട്ടുന്നു. അഡ്വക്കേറ്റ് ജനറലിന്റെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെയും ഓഫീസുകളിലായി ആകെ 133 അഭിഭാഷകരെ നിയമിക്കേണ്ടതിൽ 90 പേരുടെ പട്ടിക പുറത്തു വന്നപ്പോഴാണ് ഈ വൻ വീഴ്ച സംഭവിച്ചത്. ഇനി നിയമിക്കാനുള്ള 44 പേരുടെ പട്ടികയും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങളും കടുത്ത സ്ക്രീനിങ്ങിന് വിധേയമാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതും ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമാണ്. സർക്കാർ നിയമനങ്ങൾ വേഗത്തിൽ തിരുത്തിയെങ്കിലും ഈ ആയുധം അത്ര എളുപ്പം കൈവിടാൻ പ്രതിപക്ഷം തയ്യാറല്ല. ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് സ്പെഷ്യൽ പ്ലീഡർ പദവിയിൽ ഇരുന്നതെങ്കിലും ശബരിമല കേസുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യരേഖകൾ അഡ്വക്കേറ്റ് പ്രദീപിന്റെ കൈവശം എത്തിയിട്ടുണ്ടാകാമെന്ന ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്തെത്തി കഴിഞ്ഞു. സ്വർണ്ണക്കൊള്ളക്കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചപ്പോൾ ഈ നിയമനത്തിന് പിന്നിൽ RSS അജണ്ടയാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചത്. ഭരണത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ ഉയർന്നുവന്ന ഈ അനാവശ്യ വിവാദങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാമായിരുന്നതാണെന്നാണ് AICC വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് KC വേണുഗോപാലിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ സർക്കാരിനെയും പാർട്ടിയും ഒരേ നൂലിൽ കോർക്കാൻ ഹൈക്കമാൻഡ് അടിയന്തര നീക്കം ആരംഭിച്ചിരിക്കുന്നത്. അതേസമയം മുസ്ലിം ലീഗിലെ മന്ത്രിമാർ തങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങളിൽ പാർട്ടി അംഗീകരിച്ച പ്രത്യേക സമിതിയുടെ നിർദ്ദേശങ്ങൾ അട്ടിമറിച്ചതിനെ ചൊല്ലിയും സംഘടനയ്ക്കുള്ളിൽ ആഭ്യന്തര തർക്കങ്ങൾ രൂക്ഷമായതായിട്ടുള്ള റിപ്പോർട്ടുകളും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു. പാർട്ടി നേതൃത്വത്തെയും താഴെത്തട്ടിലുള്ള സജീവ പ്രവർത്തകരെയും പൂർണ്ണമായും അവഗണിച്ചാണ് മന്ത്രിമാർ തങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ നിയമിച്ചതെന്നാണ് പ്രധാന ആക്ഷേപം. ഇത് കോഴിക്കോട്, വയനാട്, കാസർഗോഡ് തുടങ്ങിയ വടക്കൻ ജില്ലകളിലെ പാർട്ടി നേതാക്കൾക്കും അണികൾക്കുമിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനും അതൃപ്തിക്കും കാരണമായിരുന്നു. പാർട്ടി അനുമതി നൽകിയ പ്രത്യേക സമിതി തയ്യാറാക്കിയ 30 ഉദ്യോഗാർത്ഥികളുടെ പട്ടികയിൽ നിന്നും 15 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ നിയമിക്കാനാണ് ലീഗ് നേതൃത്വം മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ ഭൂരിഭാഗം മന്ത്രിമാരും ഈ നിർദ്ദേശങ്ങളെല്ലാം മറികടന്ന് തങ്ങൾക്ക് താല്പര്യമുള്ള വ്യക്തികളെ സ്വന്തം നിലയിൽ സ്റ്റാഫിലേക്ക് തിരഞ്ഞെടുക്കുകയായിരുന്നുവെന്ന് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. വർഷങ്ങളായി സംഘടനയ്ക്ക് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന യോഗ്യരായ പ്രവർത്തകരെ വടക്കൻ ജില്ലകളിൽ നിന്നും ബോധപൂർവ്വം ഒഴിവാക്കിയ മന്ത്രിമാർ അടുത്തിടെ മാത്രം പാർട്ടിയിലേക്ക് കടന്നുവന്ന വിരമിച്ച ചില സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് പേഴ്സണൽ സ്റ്റാഫിൽ വലിയ പദവികൾ നൽകിയതെന്ന് ഒരു മുതിർന്ന ലീഗ് നേതാവ് വെളിപ്പെടുത്തിയിരുന്നു.